10ാം തരം അടിസ്ഥാന പാഠാവലിയിലെ വിഷുക്കണി എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ ഇന്ന് പരിചയപ്പെടുകയാണ്. പാഠഭാഗത്തെ ഒന്നാമത്തെ ചോദ്യം ഈണവും താളവും കണ്ടെത്തുക എന്നുള്ളതാണല്ലോ. ഈണം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കവിതയുടെ ഭാവതലം പ്രകടമാക്കുന്നതായിരിക്കണം അതിൻ്റെ ഈണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി എന്ന കവിത നമ്മൾ ചൊല്ലുമ്പോൾ അതിന് ഒരു ഭാവതലമുണ്ട്. കനകച്ചിലങ്ക കീലുങ്ങി കീലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമേഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകും മുടയാടയിലൊളിയലകൾ ചിന്നി അഴകോരുടലാർന്ന പോലങ്ങനെ മിന്നി. ഇങ്ങനെ ആ കവിതയുടെ ഒരു ഈണം വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താം. നമ്മൾ ചൊല്ലുന്ന ഒരു രീതിയാണ്. എന്നാൽ വയലാറിൻ്റെ രാവണപുത്രി എന്ന കവിത നമുക്ക് ഈ ഈണത്തിൽ ചൊല്ലാൻ കഴിയില്ല. ആ കവിത ആവശ്യപ്പെടുന്ന ഒരു ഈണം, ഒരു ഭാവതലമുണ്ട്. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം രക്തമൊഴുകിത്തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ. ഇതാണ് ആ കവിത നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു ഭാവം, അതിൻ്റെ ഒരു ആശയതലം വ്യക്തമാക്കുന്നതുമാണത്. താളം എന്നത് മാത്രയുമായി ബന്ധപ്പെട്ടതാണ്. ശ്വാസധാര അളക്കുന്ന അളവാണ് മാത്ര, അതായത് അക്ഷരക്രമമാണ്. നമുക്ക് കേക എന്ന വൃത്തത്തിൽ കവിത ചൊല്ലുമ്പോൾ ഒരക്ഷരം കുറയുകയോ കൂടുകയോ ചെയ്താൽ നമുക്ക് കൃത്യമായി ആ കവിത അങ്ങനെ ചൊല്ലാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായി അക്ഷരക്രമമുണ്ട്, താളമുണ്ട്. ഇത് എല്ലാ വൃത്തത്തിലുള്ള കവിതയ്ക്കും ബാധകമാണ്. വിഷുക്കണി എന്ന പാഠഭാഗം നമുക്ക് കേകവൃത്തത്തിൽ ചൊല്ലാൻ കഴിയും. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ആശയം മുറിഞ്ഞു പോകാതെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാൻ നമുക്ക് കഴിയണം. കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ കണി കാണുവാൻ വരൂ കൺതുറക്കാതെ കുട്ട തായതൻ വിരൽ തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നൽത്തറയുടെ നടന്നേൻ മന്ദം മന്ദം. ഇങ്ങനെ നമുക്ക് ചൊല്ലാം. അതല്ല, ഈ കവിതയ്ക്ക് മറ്റൊരു ഈണവും വേണമെങ്കിൽ നമുക്ക് നൽകാം. കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ കണി കാണുവാൻ വരൂ കൺതുറക്കാതെ കുട്ട തായതൻ വിരൽ തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നൽത്തറയൂടെ നടന്നേൻ മന്ദം മന്ദം. മറ്റൊരു ഉദാഹരണം, മഞ്ചരി നമ്മൾ ചൊല്ലുന്ന ഒരു താളമുണ്ട്. താളേയുന്ത് ഗോപന്മാരെല്ലാരും ഭജനമോരോന്നിൽ ഗോരസമോരോന്നേ പൂരിച്ചപ്പോൾ. ഇത് മഞ്ചരിയുടെ ഒരു താളക്രമമാണ്. കൂടുതൽ താളവുമായി ബന്ധപ്പെട്ട ഈണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നത് വളരെ നന്നായിരിക്കും. വിഷുക്കണി എന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ ചോദ്യം എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ? ചെറുവട്ടം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് വിശകലനം ചെയ്യുക. പ്രതിഭാശാലികളായ എഴുത്തുകാരുടെ ഓരോ വാക്കിലും പ്രയോഗത്തിലും കേവല അർത്ഥത്തിനപ്പുറം ആഴത്തിലുള്ള ഒരു ആശയതലം കൂടി ഉണ്ടാകും. വൈലോപ്പിള്ളി കവിതയിലെ ചെറുവട്ടം എന്ന പ്രയോഗം ഇവിടെയാണ് പ്രസക്തമാവുന്നത്. കവിയുടെ കുട്ടിക്കാലത്ത് വിഷുക്കണി കാണാൻ അമ്മയോടൊപ്പം പരിചിതമായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കവി അറിയാതെ കണ്ണു തുറന്നു നോക്കി. അപ്പോൾ തൻ്റെ ഗ്രാമത്തിലെ കൂരകൾ ഇരുട്ടിൽ മയങ്ങുന്നതാണ് കാണുന്നത്. അവിടെ ദാരിദ്ര്യത്തിൻ്റെ ഇരുട്ടാണ്. എന്നാൽ ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി സമ്പന്നരുടെ വീടുകളിൽ വെളിച്ചം വിതറുന്നുണ്ട്. അവിടേക്ക് മാത്രമായി ക്ഷണിക്കുന്നതും ഒതുങ്ങുന്നതുമാകരുത്
ഐശ്വര്യദേവത. ചെറുവട്ടം എന്ന പ്രയോഗം ഇത്തരം ഒരവസരത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം. എങ്ങാനും ഉണ്ടോ വെട്ടം ചുറ്റുമീ ഉൾനാട്ടിലൻ ചങ്ങാതിമാർ തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ. വിഷുക്കണിയിലെ വരികളാണ്. വീടെന്ന് പറഞ്ഞുകൂടാ, ചാളയാണ്. ഒരു മണ്ണെണ്ണ വിളക്കുണ്ട്. ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ വിളക്ക് അമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്നിലേക്ക് ഇരുട്ട് അരിച്ചിറങ്ങാൻ തുടങ്ങും. ലോകം ഒരു ഇരുട്ടായി എന്നെ ചുറ്റിവരിയും. വയറ് കാളാൻ തുടങ്ങുമ്പോൾ ജന്മിമാരുടെ വീടുകളിലേക്ക് പോകും. അവിടെ കഞ്ഞി പാത്രത്തിൽ തരില്ല, മുറ്റത്തുപോലുമല്ല, തൊടിയിൽ മണ്ണു കുഴിച്ച് ഇലയിട്ട് ഒഴിച്ചു തരും. ഇത് എം കുഞ്ഞാമൻ്റെ എതിര് എന്ന കൃതിയിലെ വാക്യങ്ങളാണ്. കവിതയിൽ അവതരിപ്പിക്കുന്ന ഇരുട്ടും എം കുഞ്ഞാമൻ്റെ അനുഭവ വിവരണത്തിലെ ഇരുട്ടും നൽകുന്ന സൂചനകൾ ചർച്ച ചെയ്യുക. വിഷുക്കണി എന്ന പാഠഭാഗത്തിൽ പരാമർശിക്കപ്പെടുന്ന ആശയവും എം കുഞ്ഞാമൻ്റെ അനുഭവ വിവരണത്തിലെ ആശയവും സമാനമാണ്. കണി കാണുവാനായി അമ്മ തന്നെ വിളിച്ചുണർത്തി നൽത്തറയിലൂടെ സഞ്ചരിക്കുമ്പോൾ കവി അറിയാതെ കൺതുറക്കുന്നു. ഈ അവസരത്തിൽ താൻ കാണുന്നത് അയൽപ്പക്കത്തെ സാധാരണ വീടുകളിൽ ഇരുട്ട് മൂടിക്കിടക്കുന്നതാണ്. അവിടെ ആഘോഷമില്ല, ആരവമില്ല. എം കുഞ്ഞാമൻ്റെ അനുഭവത്തിലും ഇതുതന്നെയാണ് കാണാൻ കഴിയുന്നത്. ജന്മിമാരുടെ വീട്ടിൽ മണ്ണ് കുഴിച്ച് ഇലയിട്ട് അതിൽ കഞ്ഞി വിളമ്പുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും പരാമർശിക്കുന്ന ജീവിത സാഹചര്യം ഒന്നു തന്നെയാണ്. സാധാരണക്കാരുടെ ജീവിതം ഒരർത്ഥത്തിൽ ദുരിതപൂർണമായിരുന്നു. അവർക്ക് ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഇല്ലായിരുന്നു. അത്രമാത്രം ദുരിതപൂർണമായിരുന്നു അവരുടെ ജീവിത സാഹചര്യം. ആഘോഷം സന്തോഷമാണല്ലോ, പക്ഷേ സാധാരണക്കാരുടെ ജീവിതം ഇരുട്ടിൽ തന്നെ ആയിരുന്നു. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ സാധാരണക്കാരുടെ പച്ചയായ ജീവിതം രണ്ട് കൃതിയിൽ നിന്നും വായിച്ചെടുക്കാം. നാലാമത്തെ ചോദ്യം. വീട് തോറുമേ കണി നിരന്നിട്ട് അതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി. വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്ന സാമൂഹിക ദർശനത്തിൻ്റെ സവിശേഷതകൾ വിവരിക്കുക. ദാരിദ്ര്യവും ചൂഷണവുമില്ലാത്ത ഒരു ലോകമാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത്. ഐശ്വര്യപൂർണയായ ദേവി എല്ലാവരിലും ഒന്നുപോലെ വിളയാടേണ്ടതാണ്. ഇവിടെ കവി കാണുന്ന സാധാരണക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യദേവതയുടെ വെളിച്ചം കാണാനില്ല. ഇതൊരു സമൂഹത്തിൻ്റെ ചിത്രം കൂടിയാണ്. എല്ലാവരിലും ഒരുപോലെ എത്തിച്ചേരേണ്ടതാണ് ജീവിത ഐശ്വര്യം. അത് ദർശിക്കാൻ കവിക്ക് കഴിയാത്തതിൻ്റെ ദുഃഖം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. സമൂഹത്തിൻ്റെ നേർചിത്രം പകർത്തുന്നവയാണ് സാഹിത്യം. സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ സുഖമനുഭവിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ദുരിതപൂർണമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. സമത്വസുന്ദരമായൊരു ലോകം സ്വപ്നം കാണുന്ന കവി എല്ലാവരിലും ഒന്നുപോലെ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിനായി മഹാലക്ഷ്മിയെ ഇവിടെ ക്ഷണിക്കുകയാണ്. അഞ്ചാമത്തെ ചോദ്യം. ആഘോഷങ്ങൾ ആനന്ദം പകരേണ്ടവയാണ്. നിങ്ങൾ പങ്കെടുത്ത ഏതെങ്കിലും ആഘോഷ ദിനത്തിൻ്റെ അനുഭവങ്ങൾ ഉൾപ്പെടുത്തി ഡയറി കുറിപ്പ് എഴുതുക. ഡയറി കുറിപ്പ് വ്യക്തിഗതമായി തന്നെ തയ്യാറാക്കേണ്ടതാണ്. ചെറിയ ക്ലാസ് മുതൽ പരിചയപ്പെടുന്ന ഒന്നാണ് ഡയറി കുറിപ്പ്. ഡയറി കുറിപ്പ് എഴുതുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാം. അനുഭവങ്ങൾ സമഗ്രതയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയണം. ആത്മാംശം ഉൾക്കൊണ്ട് അനുയോജ്യമായ ഭാഷയിൽ ആവിഷ്കരിക്കണം. നമുക്ക് ഏറ്റവും ആസ്വാദ്യകരമായി തോന്നിയ, ഒരിക്കലും മറക്കരുതെന്ന് ആഗ്രഹിക്കുന്നവയായിരിക്കണം ഡയറിയിൽ ചേർക്കേണ്ടത്. പിന്നീട് ഒരിക്കൽ വായിക്കേണ്ടി വരുമ്പോൾ ആദ്യമുണ്ടായ അവസ്ഥ തന്നെ അനുഭവിക്കാൻ ഉതകുന്ന ഭാഷ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. അനുഭവ തീവ്രത ബോധ്യപ്പെടുത്താൻ ഉതകുന്ന ഭാഷയിലൂടെ അവതരിപ്പിക്കണം. മറ്റൊരു ചോദ്യം. ആശയം, ചമൽക്കാര ഭംഗി, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് വിഷുക്കണി എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. കാലവും ലോകവും മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന അടിസ്ഥാനപരമായ ഒരു തിരിച്ചറിവാണ് വൈലോപ്പിള്ളി കവിതയുടെ ആധാരശില. തുടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ്റെ കടലെ കവിതയ്ക്ക് ഞങ്ങൾക്ക് മഷിപ്പാത്രം എന്ന് തൻ്റെ വ്യത്യസ്തതയെ കവി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു കാഴ്ചപ്പാടിനെ വ്യക്തമാക്കുന്ന കവിതയാണ് വിഷുക്കണി. കവിയുടെ കുട്ടിക്കാലത്ത് വിഷുക്കണി കാണാൻ അമ്മയുടെ കൈപിടിച്ച് പരിചിതമായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അറിയാതെ കവി കണ്ണു തുറക്കുന്നു. ഇങ്ങനെ കൺതുറന്നപ്പോൾ കണ്ടതാകട്ടെ ജനലിന് അങ്ങേപ്പുറത്തായി ഗ്രാമങ്ങൾ ഇരുട്ടിൽ മയങ്ങുന്നതാണ്. തുടർന്ന് അമ്മയോടൊപ്പം അമ്മയൊരുക്കിയിട്ടുള്ള ഐശ്വര്യദേവതയെ കണി കാണുന്നു. വെള്ളി പോലെ വിളങ്ങുന്ന ഓട്ടുരുളിയും കണിവെള്ളരിക്കയും തേങ്ങാമുറികളും തിരികളും പൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കുന്ന മഹാലക്ഷ്മി കൈനീട്ടം മേടിക്കുകയും അനുജത്തിമാർ കാണുകയെ പൂത്തിരി കത്തിക്കുകയും ചെയ്തു. നാടിനെ ഉണർത്തുന്ന പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും എവിടെയും ആഘോഷ നിമിഷങ്ങൾ തന്നെ. ഇത്തരമൊരു അവസ്ഥയിൽ കവിയുടെ മനസ്സ് അറിയാതെ താൻ കണി കാണുന്നതിന് മുമ്പുള്ള കാഴ്ചയിലേക്ക് പോയി.
തൻ്റെ ചുറ്റുവട്ടത്തുള്ള ചങ്ങാതിമാരുടെ കൂരകൾ ഇരുട്ടിലാണ്. അവിടെ വെളിച്ചമില്ല, ആഘോഷമില്ല. ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന മഹാലക്ഷ്മി എല്ലായിടത്തും ഒന്നുപോലെ എത്തേണ്ടതല്ലേ? ചെളിയിലാണല്ലോ താമര വിരിയുന്നത്. എന്നാൽ അതിൽ വിരിയുന്ന താമരപ്പൂവ് എല്ലാവർക്കും ഇഷ്ടവും ആനന്ദം പകരുന്നതുമാണ്. അതുപോലെ ഐശ്വര്യദേവതയും എത്തിച്ചേരേണ്ടതല്ലേ? എല്ലാവരിലും ഐശ്വര്യദേവത എത്തിച്ചേരുന്നതുവരെ താൻ അസംതൃപ്തനായിരിക്കുമെന്നാണ് ഇവിടെ കവി പറയുന്നത്. യാന്ത്രികമായി പ്രയോഗിക്കുന്നവയല്ല വൈലോപ്പിള്ളി കവിതയിലെ അലങ്കാരങ്ങൾ. അത് വളരെ സ്വാഭാവികമായി വന്നു ചേരുന്നതാണ്. വിഷുക്കണി എന്ന പാഠഭാഗത്ത് സാമ്യകൽപ്പനയുടെ സൗന്ദര്യം കണ്ടെത്താൻ കഴിയും. വെള്ളിപോൽ വിളങ്ങുന്ന ഓട്ടുരുളി, ചളിയിൽ സരോരുക പൊന്മലരുകൾ പോലി പാഴിരിൽ പരപ്പിങ്കൽ, വിയർപ്പു നീരാഴിയിൽ പിറന്ന് ഋദ്ധി മഴ പോൽ വർഷിക്കുമ്പോൾ, ഇങ്ങനെ തുടങ്ങി മനോഹരമായ പ്രയോഗഭംഗിയും കവിതയെ അനവധ്യ സുന്ദരമാക്കുന്നു. മഹത്തായ കൃതികളെന്നും എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. വിഷുക്കണി എന്ന പാഠഭാഗത്ത് കവി മുന്നോട്ട് വയ്ക്കുന്ന ആശയവും ഈ കാലത്ത് പ്രസക്തമാണ്. ഇപ്പോഴും ജീവിതത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുണ്ട്. അവരെ കൂടി ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മറ്റുള്ളവർക്കൊപ്പം കൊണ്ടുവരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സമത്വസുന്ദര ലോകം സാക്ഷാത്കരിക്കുകയുള്ളൂ. ഇതാണ് വിഷുക്കണി എന്ന കവിതയുടെ സമകാലിക പ്രസക്തി. മറ്റൊരു ചോദ്യം: സമത്വസുന്ദരമായ ലോകത്തെക്കുറിച്ചുള്ള മഹത്തായ സങ്കല്പമാണ് വിഷുക്കണി. ഈ ആശയം ഉൾപ്പെടുത്തി ആഘോഷങ്ങളും മാനവികതയും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുമ്പോൾ പ്രഭാഷണത്തിൻ്റെ ഘടന പാലിക്കണം. മുൻപ് പല വീഡിയോയിലും ഞാനിത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സംബോധനയുണ്ടാവണം, വിഷയത്തോട് നീതി പുലർത്തണം, അതുപോലെ ഒരു ആദിമധ്യാന്ത പൊരുത്തമുണ്ടാകണം, ഉപസംഹാരമുണ്ടാകണം. ആഘോഷങ്ങളും മാനവികതയും എന്ന വിഷയത്തിൽ പ്രഭാഷണം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എൻ്റെ ഹൃദ്യമായ നമസ്കാരം. ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒരു ജനതയുടെ ആത്മസത്തയുടെ അടയാളപ്പെടുത്തലാണ്. ഏതൊരു ദേശത്തിനും അവരുടേതായ ആഘോഷങ്ങൾ ഉണ്ടാകും. എന്നാൽ ഈ ആഘോഷങ്ങൾ എല്ലാവരിലും എത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സമത്വസുന്ദരമായ ലോകം സാക്ഷാത്കരിക്കാൻ കഴിയും. മാനവികത എന്നാൽ സത്യം, സ്നേഹം, നീതി, ദയ, അനുകമ്പ എന്നിവയാണല്ലോ. ഏതൊരു ജനതയും ഒന്നായി മാറുന്ന സവിശേഷ മുഹൂർത്തമാണ് ആഘോഷങ്ങൾ. ഭാരതമൊട്ടാകെ പ്രത്യേകമായി ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ ധാരാളമുണ്ട്. മതപരമായിട്ടുള്ളതും വിളവെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതുമാണ് അത്തരം ആഘോഷങ്ങൾ. ഇവിടെ ഓണം, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ നാം നന്നായി ആഘോഷിക്കുന്നതോടൊപ്പം അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. പ്രധാനമായും നാം തിരിച്ചറിയേണ്ടത് എല്ലാവർക്കും ആഘോഷിക്കാൻ കഴിയുന്ന സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമായി ആഘോഷങ്ങൾ ചുരുങ്ങാൻ പാടില്ല. മനുഷ്യ മനസ്സിൻ്റെ സന്തോഷവും നന്മയും വിളിച്ചറിയിക്കുന്ന ആഘോഷങ്ങൾ എല്ലാവരും ഒന്നുപോലെ ആസ്വദിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മാനവിക ബോധം ഊട്ടിയുറപ്പിക്കാൻ ആഘോഷങ്ങൾക്ക് കഴിയുകയുള്ളൂ.